Good morning everyone. So in the traffic congestion കുറിച്ച് കുറച്ച് vocabularies ആണ് നോക്കാൻ പോകുന്നത്. So first word traffic jam. So എന്താണ് അത്? Stuck in a traffic jam. Stuck in എന്ന് പകരം നമുക്ക് put up with അല്ലെങ്കിൽ sit in traffic jam എന്ന് പറയാം. So ഈ ട്രാഫിക് ജാമിന് മുമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്ജക്റ്റീവ് എന്തൊക്കെയാണ്? Huge traffic jam, heavy, endless, constant traffic jam. Huge, heavy, endless, massive. So ഇത് ബാംഗ്ലൂർ BBCന്റെ ഹെഡാണ്, ഹെഡ്ലൈൻ ആണ്. Why is Bangalore stuck in traffic jams? Okay, stuck in traffic jam. നെക്സ്റ്റ് ഗ്രിഡ്ലോക്ക്. ഗ്രിഡ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റാതെ ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥേനെയാണ് ഗ്രിഡ്ലോക്ക് എന്ന് പറയുന്നത്. Situation in which there are so many cars in the street of a town that the traffic cannot move at all. ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. The city reaches gridlock during peak hours. During peak hours. Peak hoursന്റെ വേറെ പേര് rush hours. The city reaches gridlock during peak hours. Now traffic congestion. So congestion എന്ന് പറയുമ്പോൾ crowded and full of traffic. The new bridge should ease congestion in the area. So easeന് പകരം നമുക്ക് എന്തൊക്കെ പറയാം? The new bridge should ease congestion in that area. So easeന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും tackle, reduce, elevate, relieve. So കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് വൊക്കാബുലറി സെലക്ട് ചെയ്യാം. tackle, reduce, elevate, relieve, heavy otherwise severe traffic congestion. സോ നേരത്തെ പഠിച്ച അഡ്ജക്റ്റീവ് ഏതൊക്കെയായിരുന്നു? ഹ്യൂജ്, ഹെവി, എൻലെസ്, മാസീവ്. സോ എസ്സേസ് ഒക്കെ എഴുതുമ്പം ഇതേപോലെ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, കൺജഷൻ ചാർജ്. സോ എമൗണ്ട് ഓഫ് മണി ദാറ്റ് പീപ്പിൾ ഹാവ് ടു പേ ഫോർ ഡ്രൈവിംഗ് ദിയർ കാർസ് ഇൻ ടു ദ സെൻറ്റർ ഓഫ് സം സിറ്റീസ് ആസ് എ വേ ഓഫ് സ്റ്റോപ്പിംഗ് ദ സിറ്റി സെൻറ്റർ ഫ്രം ബിക്കമിങ് ടു ഫുൾ ഓഫ്. കൺജഷൻ ചാർജിങ്. സോ അതായത് ഒത്തിരി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന ഒന്നാണ് കൺജഷൻ ചാർജസ് അല്ലെങ്കിൽ കൺജഷൻ സ്കീംസ് ഉണ്ട്. ഓരോ സിറ്റിയിലേക്ക് ഓവർ ക്രൗഡഡ് ആവാതിരിക്കാനുള്ളതാണ് കൺജഷൻ ചാർജ് അല്ലെങ്കിൽ കൺജഷൻ സ്കീംസ്. എന്താണ് ഇതിന് റെസൊല്യൂഷൻ? എന്താണ് ഇതിന് ഒരു പ്രോബ്ലം? ഓക്കെ, സോ സോൾവ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നൊരു ക്വസ്റ്റ്യൻ. സോ കൺജഷൻ ചാർജസ് അല്ലെങ്കിൽ കൺജഷൻ സ്കീംസ്. നെക്സ്റ്റ് വേർഡ് tail back. സെയിം മീനിങ്സ് തന്നെയാണ് എല്ലാം വരുന്നത്. എ ലോങ് ലൈൻ ഓഫ് ട്രാഫിക് ദാറ്റ് ഈസ് മൂവിങ് സ്ലോലി ഓർ നോട്ട് മൂവിങ് അറ്റ് ഓൾ. അനങ്ങി പോകുന്നതിനാണ് പറയുന്നത് tail back. It took a couple of hours for the 2-mile tail back to clear. It took a couple of hours for the 2-mile tail back to clear. So tailbacks affected all roads into lanes. നെക്സ്റ്റ് വേർഡാണ് ഓൺസ്ലോട്ട്. ഓക്കെ, അതായത് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഉള്ളതിനെയാണ് പറയുന്നത്. നമ്പർ ഓഫ് പീപ്പിൾ ഓർ തിങ്സ്. ഇൻ സം പാർക്സ് ദ ഓൺസ്ലോട്ട് ഓഫ് കാർസ് ആൻഡ് പീപ്പിൾ. സോ എന്ത് ഒബ്ജക്റ്റിനും പറയാം പീപ്പിളിനും പറയാം. ഫാർ എക്സീഡ്സ് കപ്പാസിറ്റി. സോ ഇൻ സം പാർക്സ് ദ onslaught of cars and people far exceeds capacity. Now influx എന്ന് പറയുമ്പോൾ again large number of people വരുന്നതിനെ പറയുന്നതിനാ lot of people, money or things arriving somewhere. say influx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം റെഫ്യൂജീസിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡിങ്സിലൊക്കെ പറയും ഇൻഫ്ലുവൻസ് ഓഫ് ഇമിഗ്രൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വരുന്നതിനാണ് പറയുന്നത് ഇൻഫ്ലക്സ്. ഓക്കെ, the influx of wealth into the region. Now hoard. Okay, hoard ഒരു വേർഡ് ആണ്. One second. So ഹോർഡിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാവുന്ന ഒരു വേർഡാണ് ഫ്ലോക്ക്. ലാസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഹോർഡ്, ഫ്ലോക്ക്. ഇതെന്ന് പറയുമ്പം എഗെയിൻ ലാർജ് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് വരുന്നതിനാണ് പറയുന്നത് ഹോർഡ് അല്ലെങ്കിൽ ഫ്ലോക്സ്. There are always hordes of tourists. So tourists related ആയിട്ടുള്ള vocabulary hordes of tourists here in the summer. Football fans turn up
in hordes. Now, highly populated, densely populated. See, densely populated area, area of dense population, density, population density, experience or face lengthy days. Lengthy days എന്ന് പറയുമ്പോൾ ഈ ട്രാഫിക് കൺജഷനിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഓർ ഫേസ് ഓർ എൻകൗണ്ടർ ലെങ്തി ഡേയ്സ്. ഓക്കെ, സ്നാളപ്പ് എന്ന് പറയുമ്പോൾ ഇതേ സിറ്റുവേഷൻ ആണ്, ട്രാഫിക് കൺജഷൻ. ഓക്കെ, something in a situation that stop their movement to progress or progress. The coach becomes snarled up in traffic. Stuck in traffic എന്ന് പറയുന്ന പോലെയാണ് snarled up in traffic. The accident snarled up the traffic all day. Snarled up. See, preposition എന്താണ്? Up. Okay, snarled up the traffic all day. Now rush hour, peak hour. So try to avoid traveling in the rush hour. So don't travel at rush hour. At അല്ലെങ്കിൽ in the rush hour. Okay, so morning evening ആണ് rush hours, office hours, school hours, ആ ഒരു ടൈമിങ്ങിലാണ് rush hours എന്ന് പറയുന്നത്. In a mad rush, ധൃതി പിടിച്ച്. Okay, ഹറിനെയാണ് mad rush എന്ന് പറയുന്നത്. I ran around all day today in a mad rush looking for a present for Bill. Why are so the ഒരു sentence ആണ്. Why you are always in a mad rush? So first sentence, I ran around all day today in a mad rush looking for a present for Bill. Next sentence, why are you always in a mad rush? Beat something എന്ന് വെച്ച് കഴിഞ്ഞാൽ escape ആണ്, to avoid something. We were up and off early to beat the heat, to beat the traffic congestion. Okay, we were up and off early to beat the heat, beat the rush hour. Okay, choke, ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ. Okay, the roads are choked up with traffic. Now beep or honk. See, sound your horn. He beeped his horn at the cyclist. Hectic lifestyle, അതായത് busy, full of activities, ടയേർഡ് ആവുന്ന ഒരു അത്രയും ഹെവി ആക്ടിവിറ്റീസ് വരുന്ന സമയത്താണ് hectic life. To lead a hectic life, enjoy the hectic pace of life. So hustle എന്ന് പറയുന്നത് noisy activity of a lot of people in one place. ഒരു സ്ഥലത്ത് ധാരാളം ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ എങ്ങനെയാണ് നോയ്സി ആക്ടിവിറ്റീസ്. ഓക്കെ, ഫെയറിലൊക്കെ പോവുകയാണെങ്കിൽ എന്താ, ഒത്തിരി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നോയ്സി ആക്ടിവിറ്റി ഇൻ എ സ്മോൾ പ്ലേസ്, ഇൻ എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ വൺ പ്ലേസ്. We escaped from the hustle and bustle of the city for the weekend. Hustle and bustle of the city for the weekend. ഇതൊരു നല്ലൊരു വൊക്കാബുലറി ആണ്. സോ എപ്പോഴും യൂസ് ചെയ്യാം, ഐൽസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. To push somebody with your elbow, usually in order to get past them. അതായത് തള്ളി മാറ്റി പോകുന്നതിനാണ് പറയുന്നത് elbow somebody. Okay, elbow somebody. She elbowed me out of the way to get to the front of the line. So elbow me out, അതായത് ഇപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ തട്ടി തെറിപ്പിച്ച് പോകുന്നത് ഒക്കെ കോമൺ ആണ്. She elbowed me out of the way to get the front of the line. He elbowed his way through the crowd. She elbowed me out of the way to get to the front of the line. Next വരുന്നത് flock, group of people എന്നാണ് പറഞ്ഞത് flock. Thousands of people flocked to the beach this weekend. So just ഈ ഒരു vocabularies ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Stuck in traffic jam. So BBC ന്യൂസിൻ്റെ ഹെഡ്ലൈൻ ആണ്. So traffic jams have become a way of life in Bangalore. Adjusted ആയി, way of life in Bangalore. ഇതാണ് അവസ്ഥ. Okay. See, taste of Bangalore's notorious traffic jam.
Taste of Bangalore's notorious traffic jam. The city's nightmarish jams are not amused. ഇത് കുറച്ച് സെൻറ്റൻസസ് ആണ് നമുക്ക് എപ്പോഴും എസ്സേസിലോ അല്ലെങ്കിൽ സ്പീക്കിങ്ങിലോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ സിറ്റീസ് നൈറ്റ്മാരിഷ് ജാം. സോ നൈറ്റ്മാരിഷ് ജാം, ദിസ് ഈസ് ഗ്രിഡ് ലോക്ക്. സോ വൈ ഇസ് ബാംഗ്ലൂർ ഗ്രിഡ് ലോക്ക്? ഇവിടെ കാണിക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു ന്യൂസ് പേപ്പറിൽ എഴുതിയേക്കുന്നത് കാണിച്ചു തന്നേ ഉള്ളൂ. സോ വൈ ഇസ് ബാംഗ്ലൂർ ഗ്രിഡ് ലോക്ക്ഡ്? സോ അതിൻ്റെ റീസൺ പറയുന്നത് മെട്രോ കൺസ്ട്രക്ഷൻ ഈസ് സ്റ്റക്ക് ഇൻ ദ സ്ലോ ലെയിൻ. വളരെ സ്ലോ ആണ്. ദ മെട്രോ കൺസ്ട്രക്ഷൻ ഈസ് സ്റ്റക്ക് ഇൻ ദ സ്ലോ ലെയിൻ. വാട്ട് ഈസ് ദ റീസൺ? റാപ്പിഡ്, സി, everyone I spoke to agreed that it was because of the rapid and unplanned growth of the city. Rapid and unplanned of the growth of the city result in stuck in the slow lane. Okay, construction is stuck in the slow lane. അതാണ് ഗ്രിഡ് ലോക്കിന് കാരണമായത്. ഓക്കെ, സോ ഇതൊക്കെ ഗ്രിഡ് ലോക്ക്, ട്രാഫിക് കൺജഷൻ, സ്നാൾ അപ്പ്. സോ ഇതൊരു തമാശ രൂപയാണ്. റോഡ്സ് ആർ മെന്റ് ഫോർ ട്രാഫിക്. റോഡ്സ് ഉദ്ദേശിക്കുന്ന ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ്, പക്ഷേ എല്ലാവരും പാർക്കിംഗ് റോഡിൽ തന്നെയാണ് എല്ലാവരും പാർക്ക് ചെയ്തേക്കുന്നത്. ഫുട്പാത്ത് ഉദ്ദേശിക്കുന്നത് പെഡസ്ട്രിയൻസ്, നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ അവിടെ ആര്? ഓക്യുപ്പൈഡ് ബൈ ഹോക്കേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. അവിടെയാണ് ചെറിയ ചെറിയ കട, ഹോക്കേഴ്സ് ആൻഡ് വെൻഡേഴ്സ്. സോ എന്താണ് അതിന് സൊല്യൂഷൻ? സോ മേക്കിംഗ് ലൈസൻസിങ്, ടു മേക്ക് ലൈസൻസിങ് സ്ട്രിക്റ്റർ. സി, അതായത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 3,500 vehicles are registered in the city daily. Okay, 3,500 vehicles are registered in the city daily. That number needs to be restricted. Restriction of the number of registering vehicles. We need to make licensing stricter. Car purchase should be taxed heavily and heavy fines. Heavy fines should be charged to curb roadside parking. Roadside parking reduce ചെയ്യാൻ വേണ്ടിയിട്ട്. Okay. So another says that answer lies in faster public transport. It will make a difference. Okay. So ഇതാണ് പറയുന്നത്. ലാസ്റ്റ്, ബാംഗ്ലൂർ at least in the near future will continue to remain gridlocked. സോ ഇത് ജസ്റ്റ് ന്യൂസ് പേപ്പറുമായിട്ട് നമ്മൾ പഠിക്കുന്ന വൊക്കാബുലറീസ് ന്യൂസ് പേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് കുറച്ചും കൂടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ഇതാണ് ഹെഡിങ്. വൈ ഇസ് ബാംഗ്ലൂർ സ്റ്റക്ക് ഇൻ ട്രാഫിക് ജാം? താങ്ക് യു.